ഹലോ, എല്ലാവരും ഓരോ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ചു കഴിഞ്ഞവർക്ക് മാത്രമേ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അത്തരം ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞ ടൈം ടേബിൾ വെച്ച് പറഞ്ഞ ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പഠിക്കാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ നമ്മൾ പഠിക്കേണ്ട ചാപ്റ്റർ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. ഈ ഫ്രാക്ഷനിൽ ശരിക്കും പറഞ്ഞാൽ സ്കീം ഓഫ് വർക്കിൽ നമ്മുടെ ചാപ്റ്റർ ഇല്ല, ഫ്രാക്ഷൻ ശേഷമാണ് വരുന്നത്. പക്ഷെ കഴിഞ്ഞ എക്സാമിന് ഫ്രാക്ഷനുള്ള ക്വസ്റ്റ്യൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട 4 ഓപ്പറേഷൻസ്, ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 ഓപ്പറേഷൻസും വളരെ കൃത്യമായിട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിൽ ഡിവിഷൻ പഠിക്കുന്ന സമയത്ത് റെസിപ്രോക്കൽസുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. റെസിപ്രോക്കൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ 3/5 റെസിപ്രോക്കലാണ് 5/3. നേരെ തലതിരിച്ചിടുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, റെസിപ്രോക്കൽ എന്ന് പറയാം. അപ്പം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് പഠിച്ചിരിക്കണം. അപ്പോൾ ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് ഞാനിപ്പം പറഞ്ഞതുപോലെ പ്ലസ്, മൈനസ്, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻസ്, ഡിവിഷൻസ്, എല്ലാ ഓപ്പറേഷൻസും കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല എങ്കിൽ ഫ്രാക്ഷൻ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ചാപ്റ്റർ അല്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എളുപ്പമാവുള്ളൂ. എല്ലാ പ്രോബ്ലംസും ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും പറയുന്ന എല്ലാ ഡിഫറെൻറ്റ് പ്രോബ്ലംസും ചെയ്ത് പഠിച്ചിരിക്കണം. അടുത്ത ചാപ്റ്റർ നമുക്കറിയുന്ന ചാപ്റ്ററാണ് വോളിയം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അതിൽ 4 പ്രധാനപ്പെട്ട ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. നമുക്കറിയാം ഏതിൻ്റെയൊക്കെയാണ് ഇക്വേഷൻസ്. വോളിയത്തിൻ്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്, ലെങ്ത്തിൻ്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്, വിഡ്ത്തിൻ്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്, ഹൈറ്റിൻ്റെ ഇക്വേഷൻ പഠിക്കാനുണ്ട്. ഇത്തരം ഇക്വേഷൻസുകൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കണം. വോളിയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിരിക്കണം മക്കളെ. അതിൽ തന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് യൂണിറ്റ്. അതായത് ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും സെയിം യൂണിറ്റ് ആയിരിക്കണം. ഒന്നിക്കൽ എന്താണ്, എല്ലാം സെൻറ്റിമീറ്ററിലായിരിക്കണം, അല്ലെങ്കിലോ മീറ്ററിലായിരിക്കണം. അല്ലാണ്ട് 1 സെൻറ്റിമീറ്ററിലും 1 മീറ്ററിലും തന്നു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്ത് ചെയ്യില്ല, നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ സബ് പോയിന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് കപ്പാസിറ്റി വെച്ചാൽ ഇക്വേഷനൊക്കെ വെച്ചിട്ട് എന്ത് തന്നെയാണ്, നമ്മുടെ ലെങ്ത്തിൻ്റെ വിഡ്ത്തിൻ്റെ ഹൈറ്റ് തന്നെയാണ് കപ്പാസിറ്റി. സി എന്നാണ് സൂചിപ്പിക്കുക. സി എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് കപ്പാസിറ്റി സൂചിപ്പിക്കുക. നമ്മൾ എഴുതിയിട്ടുണ്ട്, സി ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഇതൊക്കെ സെയിം തന്നെയാണ്. പക്ഷേ ഈ തന്നിരിക്കുന്ന മെഷർമെൻറ്റിനെ വോളിയത്തെ കപ്പാസിറ്റിയിലോട്ടേക്ക് മാറ്റുന്നത് ഞാൻ നോട്ട് ബുക്കിൽ ചെയ്തു തന്ന കാര്യമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ കപ്പാസിറ്റിയെ വോളിയത്തിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോബ്ലംസും പഠിപ്പിച്ചാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. വോളിയവും കപ്പാസിറ്റിയും തമ്മിലുള്ള കൺവേർഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഈ 2 ഭാഗവും പഠിക്കാതെ പോകാൻ പാടില്ല. വോളിയം കപ്പാസിറ്റി ആക്കുന്നതും കപ്പാസിറ്റി വോളിയം ആക്കുന്നതും 2 കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. ഇത്രയും ഭാഗങ്ങളാണ് വോളിയമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ. ഇത് നമുക്ക് അടുത്ത ചാപ്റ്റർ ഏതാണ് നമുക്ക് എടുക്കാനുള്ള 2 ചാപ്റ്ററാണ് ഡെസിമൽ നമ്പേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പറേഷൻസ്. ഇതെല്ലാം ഒരുമിച്ച് എടുത്തെയാണ് ഓപ്പറേഷൻസ് വരുമ്പോൾ ഏതൊക്കെ ഓപ്പറേഷൻസ് വരാം, പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. ഇതെല്ലാം ഓപ്പറേഷനും കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിരിക്കണം. അതിൻ്റെ ഓരോ കാര്യങ്ങളും പഠിച്ചാണ് എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നത്. പോയിന്റ് വന്നാൽ ഇപ്പോൾ 3.2 പ്ലസ് 5.6 പറഞ്ഞാൽ ആദ്യം തന്നെ പോയിന്റ് അങ്ങിടുക. 6 2 8 5 3 8 8.8 എന്നുള്ള റിസൾട്ട് നമുക്ക് കിട്ടാൻ ഓരോ കാര്യങ്ങളും നമ്പേഴ്സ് നമ്മൾ ചെയ്ത് പഠിച്ചതാണ്. അതിൻ്റെ അഡീഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും ഒക്കെ ചെയ്ത് പഠിച്ചതാണ്. ആ ഡെസിമൽ നമ്പേഴ്സ് എന്താണെന്നുള്ളതും അതിൻ്റെ ഓപ്പറേഷൻസും പഠിക്കണം, കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം. അതോടൊപ്പം തന്നെയാണ് ഈ ഡെസിമൽ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ
അതിൻ്റെ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡെസിമൽ ഫോമും ഫ്രാക്ഷണൽ ഫോമും എഴുതേണ്ടത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഡെസിമൽ ഫോമും ഫ്രാക്ഷണൽ ഫോമും എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതറിയാൻ എല്ലാ കൺവേർഷൻസും അറിയണം. സെൻറ്റിമീറ്ററിനെ എങ്ങനെയാണ് മീറ്ററിലേക്ക് ആക്കുക, മീറ്ററിനെ എങ്ങനെയാണ് സെൻറ്റിമീറ്ററിലേക്ക് ആക്കുക, ഗ്രാമിനെ എങ്ങനെയാണ് കിലോഗ്രാമിലേക്ക് ആക്കുക, കിലോഗ്രാമിനെ എങ്ങനെയാണ് ഗ്രാമിലേക്ക് ആക്കുക, ലിറ്ററിനെ എങ്ങനെയാണ് മില്ലി ലിറ്ററിലോട്ടേക്ക് മാറ്റുക, മില്ലി ലിറ്ററിനെ എങ്ങനെയാണ് ലിറ്ററിലോട്ടേക്ക് മാറ്റുക, സെൻറ്റിമീറ്ററിനെ എങ്ങനെയാണ് മില്ലിമീറ്ററിലോട്ടേക്ക് മാറ്റുക, മില്ലിമീറ്ററിനെ എങ്ങനെയാണ് സെൻറ്റിമീറ്ററിലോട്ടേക്ക് മാറ്റുക. ഈ എല്ലാ കൺവേർഷൻസും കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ കോളം വരച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പഠിക്കാത്ത ഒരു കുട്ടിക്കും ഈ ഡെസിമൽ ഓപ്പറേഷൻസുമായിട്ട് ബന്ധപ്പെട്ട മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അതറിഞ്ഞെങ്കിൽ മാത്രമേ ഡെസിമൽ മെത്തേഡിൽ നമുക്ക് ഡെസിമൽ ഫോം എഴുതാനും ഫ്രാക്ഷണൽ ഫോം എഴുതാനും പറ്റുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചേക്കുക. നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുക ഡെസിമൽ ഫോമും അതേപോലെ തന്നെ ഫ്രാക്ഷണൽ ഫോമും. ക്ലിയർ ആണല്ലോ? ഞാൻ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഇപ്പോൾ 3.05 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഈ നമ്പറിൻ്റെ 2 ഫോമുകൾ എഴുതാൻ പറഞ്ഞാൽ ഡെസിമൽ ഫോം, ആദ്യം ഡെസിമൽ ഫോം പിന്നെ ഫ്രാക്ഷണൽ ഫോം. അപ്പോൾ നിങ്ങൾ നോക്കി ഡെസിമൽ ഫോം ഇത് തന്നെയാണ് വരിക 3.05, കാരണം ഇതിൽ ഓൾറെഡി ഡെസിമൽ ഉണ്ട്. എന്നാൽ ഫ്രാക്ഷണൽ ഫോം എന്നാ വരിക, ഇവിടെ 2 ഡെസിമൽ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 305 ഡിവൈഡഡ് ബൈ 2 ഡെസിമൽ ആണെങ്കിൽ അതിന് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടെ ആൻസർ നിങ്ങൾ നോക്കിയേ, ഡെസിമൽ ഫോം 3.05 ആണ്, ഫ്രാക്ഷണൽ ഫോം 305/100 ആണ്. ഇത് എഴുതാൻ അറിയാത്തൊരു കുട്ടി ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ ചെയ്യില്ല. അവൻ്റെ മാർക്ക് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അങ്ങനെ ആവാൻ പാടില്ല. മുഴുവൻ മാർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റണം. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു നമ്പർ തരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളോട് പറയുകയാണ് 5 കിലോഗ്രാമും 350 ഗ്രാമും എന്ന് പറയുന്നതിനെ നമ്മൾ ഡെസിമൽ ഫോമിലേക്ക് ആക്കണം, അതേപോലെ തന്നെ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കണം, ഫ്രാക്ഷണൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കി, ഡെസിമൽ ഫോം ആക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഈ ഗ്രാമിനെ കിലോഗ്രാമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. നിങ്ങൾ നോക്കിയേ, ഗ്രാമിനെ എങ്ങനെയാണ് കിലോഗ്രാമിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുക? നമുക്ക് ഓൾറെഡി അറിയാം, 1000 കൊണ്ട് ഹരിക്കണം. 1000 കൊണ്ട് ഹരിക്കണം. ഇവിടെ എത്ര ഗ്രാം ഉണ്ട്? 350 ഗ്രാം ഉണ്ട്. അതിന് 1000 കൊണ്ട് ഹരിച്ചാൽ എത്ര ആൻസർ കിട്ടുക? 1000 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം 3 ഡെസിമൽ ആഡ് ചെയ്യണം. 1, 2, 3. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. അതായത് ആൻസർ 0.350. അപ്പോൾ ടോട്ടൽ നിങ്ങൾ നോക്കിയേ, 5 ഗ്രാം ഓൾറെഡി ഉണ്ട്. അപ്പോൾ 5.000 പ്ലസ് ഇവിടെ 0.0350, 0.350. ടോട്ടൽ എത്രയാണ് വരിക? 0.53.5. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ ഫോം നമുക്ക് കിട്ടി. ഏതാണ്? 5.350. അതാണ് അതിൻ്റെ ഡെസിമൽ ഫോം. ഇനി ഫ്രാക്ഷണൽ ഫോം വരുമ്പോഴോ, ഇപ്പോൾ ചെയ്ത അതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതേണ്ടി വരും. 5 ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 350 ഡിവൈഡഡ് ബൈ എത്ര കൊണ്ടാണ് ഹരിച്ചത്? 1000 കൊണ്ടാണ് ഹരിച്ചത്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്ത് വരിക? ഫ്രാക്ഷണൽ ഫോം വരിക. രണ്ടും ഡിഫറെൻ്റ് അല്ലേ? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഡെസിമൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആദ്യത്തെ ഭാഗത്ത് തന്നെ 2 ടേബിളുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞതുപോലെ ഏതൊക്കെ പറഞ്ഞു? നമ്മൾ ഫ്രാക്ഷൻ പറഞ്ഞു, വോളിയം പറഞ്ഞു, ഡെസിമൽ ഓപ്പറേഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഇനി പറയാനുള്ള ഭാഗമാണ് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് നമ്പേഴ്സ്. ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾ. അത് വീണ്ടും ഞാൻ പറയുകയാണ്. ഒന്നാമത്തതാണ് ഫാക്ടേഴ്സ് നമുക്ക് പറയാം. രണ്ടാമത്തത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ. മൂന്നാമത്തതാണ് പ്രൈം നമ്പർ. അത് എത്ര മുതൽ? 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ്. അടുത്ത കാര്യമാണ്, 4ാമത്തെ കാര്യമാണ് പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ.
പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പർ പി എന്ന് എഴുതുന്നുണ്ട്. പി എന്ന് വെച്ചാൽ പ്രൈം നമ്പർ എന്നിട്ട് തൽക്കാലം ചുരുക്കി പറഞ്ഞാൽ മതി. ഇവിടെ ഓരോ ഭാഗവും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കേണ്ട രീതി എന്താണ്, അതെങ്ങനെയാണ് അതിൽ ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരാളെ വിട്ടുപോയിട്ടുണ്ട്. ഏതാണ്? ഫാക്ടറൈസേഷൻ മെത്തേഡ്. ഫാക്ടറൈസേഷൻ മെത്തേഡ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ഈ ഫാക്ടറൈസേഷൻ മെത്തേഡ് എങ്ങനെയാണ്, നമുക്ക് ഓൾറെഡി ചെയ്യേണ്ട രീതി നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പഠിക്കണം. ഫാക്ടറൈസേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 48 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. എന്ത് ചെയ്താലും ഫാക്ടറൈസേഷൻ ചെയ്യണം. ഫാക്ടറൈസേഷൻ നമ്മൾ പ്രൈം നമ്പർ കൊണ്ട് ഹരിക്കുക. അറിയാത്തവർ പഠിച്ചോണം. ഫാക്ടറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൈം നമ്പർ പറഞ്ഞാൽ ആദ്യത്തെ പ്രൈം നമ്പർ 2 ആണ്, പിന്നെ 3 ആണ്, പിന്നെ 5 ആണ്, പിന്നെ 7 ആണ്, പിന്നെ 11 ആണ്, പിന്നെ 13 ആണ്. ഇതിങ്ങനെ പോവും. അപ്പോൾ നമുക്ക് 2 കൊണ്ട് വേണമെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ടാണ് ആദ്യം ചെയ്യാൻ പറ്റുക. എല്ലാ ഈവൻ നമ്പറിനും നമുക്ക് 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടറൈസേഷൻ നടത്താൻ പറ്റും. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര വരും? 24 വരും. വീണ്ടും 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 12 വരും. വീണ്ടും 2 കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 6 വരും. ഇതിങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫാക്ടറൈസേഷൻ ഇവിടെ പറയുന്ന ഫാക്ടറൈസേഷൻ ചെയ്ത് പഠിക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോണൻ്റ് ആക്കിയിട്ട് മാറ്റി എഴുതുന്ന രീതി നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഞാൻ അതൊന്ന് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നാൽ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ പറ്റുമല്ലോ. ക്ലാസ്സിൽ ഒത്തിരി തവണ പറഞ്ഞാണ്, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെല്ലാം. 48 എന്ന് പറയുന്ന ഒരു നമ്പർ, 48 എന്ന് പറയുന്ന നമ്പർ, ഇതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. നോക്കാം. 48നെ ഫാക്ടറൈസേഷൻ ചെയ്യാം. 2 കൊണ്ട് ഹരിച്ചാൽ 24, വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 12, വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 6, വീണ്ടും 2 കൊണ്ട് ഹരിച്ചാൽ 3, പിന്നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അടുത്ത പ്രൈം നമ്പർ 3 ആണ്. 3 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇതിനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതണ്ടേ, അതുകൂടി പഠിക്കണേ. പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നത് PRODUCT, പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതുന്നത് കൂടി പഠിക്കണം. എങ്ങനെയാണ് എഴുതുക നിങ്ങൾ നോക്കിയേ. 48 is equal to 2 into 2 into 2 into 2 into 3. 2 into 2 into 2 into 2 into 3. 48 is equal to പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതി. ഇനി എക്സ്പോണൻ്റ് ആക്കിയിട്ട് കൂടി എഴുതി കളയാം. ഇവിടെ എത്ര 2 ഉണ്ട്? 4 2 ഉണ്ട്. അപ്പോൾ 2 raised to 4 into ഇവിടെ എത്ര 3 ഉണ്ട്? ഒരു 3. അപ്പോൾ 3 raised to 1. ഇങ്ങനെയും കൂടി എഴുതി കളയാം. ഇനി നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. എക്സ്പോണൻറ്റിൻ്റെ കൂടെ, ഇവിടെയുള്ള എക്സ്പോണൻറ്റിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് ഗുണിച്ചാൽ മതി. ഇവിടുത്തെ എക്സ്പോണൻ്റ് ആരാണ്? 4. ഇവിടുത്തെ എക്സ്പോണൻ്റ് ആരാണ്? 1. അതിനോട് 1 കൂട്ടിയിട്ട് ഗുണിച്ചാൽ മതി. അതിൻ്റെ എളുപ്പം നിങ്ങൾ നോക്കി. 4ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 5 ഗുണിക്കണം. 1ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 2. അപ്പോൾ 5 × 2 എത്രയാണ്? 10 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മുടെ മെത്തേഡ്, അതായത് ഫാക്ടറൈസേഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് ടാബുലേഷൻ ഡീറ്റെയിൽസ് കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ടാബുലേഷൻ പറയുമ്പോൾ നമുക്കറിയാം 2ൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്, 3ൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിന് ടേബിൾ വരുവാണെങ്കിൽ എങ്ങനെയാണ് വരിക? 2ഉം വരും 3യും വരും. 2ഉം 3 ഉണ്ട് എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് ആദ്യം പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് വരിക? നോ 2s, 1 2s, നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 2 2s, 3 2, പിന്നെയോ 4 2. ഇതേപോലെ തന്നെയാണ് ഏത് വരിക? 3യുടേത്. നോ 3, അതേപോലെ തന്നെ 1 3. ഈ ഫാക്ടേഴ്സ് എഴുതിയാൽ മാത്രം മതി. നിങ്ങൾ നോക്കിയേ, വേഗം കിട്ടും. ഇത് 1 ആണ് വരിക. 1 2 എന്ന് വെച്ചാൽ 2 ആണ്. 2 2 എന്ന് വെച്ചാൽ 4 ആണ്. 3 2 എന്ന് വെച്ചാൽ 8 ആണ്. 4 2 എന്ന് വെച്ചാൽ 16 ആണ്. നോ 1 3 എന്ന് വെച്ചാൽ 3 ആണ്. ഇത് കിട്ടാൻ തമ്മിൽ ഗുണിച്ച് എഴുതിയാൽ മതി. 3ഉം 2ഉം ഗുണിച്ചാൽ ഇവിടെ നമുക്കറിയാം, ഇവിടെയുള്ള നമ്പേഴ്സ് ഗുണിച്ച് എഴുതിയാൽ മതി. 3ഉം 2ഉം ഗുണിച്ചാൽ എത്രയാണ്? 6 ആണ്. 4 3, ഇവിടെയുള്ള 4ഉം ഇവിടെയുള്ള 3ഉം ഗുണിച്ചാൽ 12 ആണ്. ഇവിടെയുള്ള 8ഉം ഇവിടെയുള്ള 3ഉം ഗുണിച്ചാൽ 24 ആണ്. ഇവിടെയുള്ള 16ഉം ഇവിടെയുള്ള 3ഉം ഗുണിച്ചാൽ എത്രയാണ്? 48 ആണ്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ഫാക്ടേഴ്സും നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി. നമ്മളിവിടെ പറഞ്ഞത് നമ്പർ ഓഫ് ഫാക്ടേഴ്സ് 10 ആണ്. 10 ഉണ്ടോ നോക്കാം. 1 2 3 4 5 6 7 8 9 10 ഫാക്ടേഴ്സും നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്.
ഇത്തരം രീതികൾ, ഇത്രയും ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങളെ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് വ്യത്യസ്ത രീതിയിലാണ് ചോദിക്കുക. അതുകൊണ്ട് ഫാക്ടറൈസേഷൻ പോലുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ പറയുന്നത് പോലെ ഫാക്ടറൈസേഷൻ, ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, പ്രൈം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ എഴുതിയ പോലെ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്, അതേപോലെ ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഇതെല്ലാം വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഭാഗത്ത് 6ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. എല്ലാ പരീക്ഷയിലും പറയുന്നത് പോലെ വളരെ കൃത്യമായിട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാകണം. എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായി ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മാത്സ് എന്തായിട്ട് മാറുള്ളൂ, നമുക്ക് എളുപ്പമായിട്ട് മാറും. നമ്മൾ മാത്സിന് എത്രത്തോളം ഇഷ്ടപ്പെടുന്നോ അത്രത്തോളം മാത്സ് എന്തായിപ്പോവും, നമുക്ക് എളുപ്പമായിരിക്കും. അതുകൊണ്ട് എക്സാമിന് കയറുമ്പോൾ നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കണം, ഇതേപോലെ ആയിരിക്കണം, വളരെ ഊർജ്ജസ്വലമായിരിക്കണം. എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴും നിങ്ങളുടെ മുഖം എങ്ങനെയായിരിക്കണം, ഇതേപോലെ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കണം ഉണ്ടാകുന്നത്. അല്ലാതെ എങ്ങനെ ഇറങ്ങി വരാൻ പാടില്ല, മാത്സ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു ഇനി എന്ത് ചെയ്യും എന്നുള്ള മുഖഭാവത്തിലൊന്നും ഇറങ്ങി വരാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്ത് പഠിക്കാം. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, അത്രത്തോളം നമുക്ക് മാർക്ക് ഇങ്ങനെ കൂടി വരും. പ്രാക്ടീസ് ചെയ്യാണ്ട് എന്ന് കഴിഞ്ഞാലോ മാർക്ക് നേരെ കുറഞ്ഞ് ഇങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്തും. വെറുതെ മാത്സ് ടഫാക്കി മാറ്റാൻ പാടില്ല. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ചെയ്യാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.